വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാ വ്ലോഗ്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഏതാനും ചില വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു പഴവർഗ്ഗമാണ് പാഷൻ ഫ്രൂട്ട്. ധാരാളം ഔഷധ ഗുണമുള്ള ഈ പഴത്തിന്റെ ഗുണഗണങ്ങൾ മിക്കവർക്കും അറിയാത്തത് കൊണ്ടാണ് ഇതിന് വേണ്ടത്ര പ്രാധാന്യവും പരിഗണനയും കൽപ്പിക്കാത്തത്. മിക്കവാറും വീടുകളിൽ പാഷൻ ഫ്രൂട്ട് ചെടി നട്ടുവളർത്തുന്നത് കണ്ടിട്ടുണ്ട്. പറമ്പിലെ മരങ്ങളിലോ വീട്ടുമുറ്റത്ത് വല കെട്ടിയോ മതിലുകളിലോ ഈ ചെടി വള്ളിയായി പടർന്നു പന്തലിച്ചു വളരുന്നു. സ്ഥല സൗകര്യം കുറവുള്ളവർക്ക് വീടിന്റെ ടെറസിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ മണ്ണിട്ട് വല കെട്ടി അതിൽ പടർത്താവുന്നതാണ്. രണ്ട് തരത്തിലുള്ളവ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നു. ഒന്ന് വയലറ്റ്, മറ്റൊന്ന് മഞ്ഞ നിറങ്ങളിലാണ്. ഇവയിൽ രണ്ടിന്റെയും ഗുണങ്ങൾ ഒന്നാണെങ്കിലും രുചിയിൽ കേമൻ വയലറ്റ് നിറമുള്ളതിനാണ്. നമ്മുടെ ശരീരത്തിനാവശ്യമായ വിറ്റാമിൻസുകളുടെയും മിനറൽസുകളുടെയും ഫൈബർ കണ്ടൻസുകളുടെയും കലവറയാണ് പാഷൻ ഫ്രൂട്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി കോംപ്ലക്സ്, B3, B6 എന്നിവയും അതുപോലെ അയൺ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ നിരവധി മൂലകങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും രക്തത്തിലെ കൗണ്ട് കുറവുള്ളവർക്ക് കൗണ്ടിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താൻ പാഷൻ ഫ്രൂട്ടിലെ ഈ മൂലകങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഉദര സംബന്ധമായ അസുഖത്തിനും ഹൈപ്പോതൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനും പാഷൻ ഫ്രൂട്ട് എന്ന പഴത്തിന് സാധിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂടാനും പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള പല മൂലകങ്ങളും സഹായകമാണ്. പാഷൻ ഫ്രൂട്ട് കൊണ്ട് പല റെസിപ്പികളും വീടുകളിലും മറ്റും ഉണ്ടാക്കാറുണ്ട്. ഫ്രഷ് ജ്യൂസ്, ജാം, സ്ക്വാഷ് തുടങ്ങിയ പലതും. പാഷൻ ഫ്രൂട്ടിന്റെ പൂവ് കാണാൻ നല്ല ഭംഗിയും ആകർഷകവുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻ തരും. അതിലാളെന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇങ്ങനത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.